ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത വിജയം സർവപ്രധാനം എന്നുള്ള ധ്യാന വിഷയം നമ്മൾ അതേക്കുറിച്ചുള്ള വിചിന്തനം തുടരുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിത വിജയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതാണ്, കൽപ്പനകൾ പാലിച്ചാൽ ജീവിത വിജയം 100% ഉറപ്പിക്കാം. 100% ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ചാൽ ജീവിതത്തിൽ നാം വിജയിച്ചിരിക്കും. ഒരു സംഭവം ഞാൻ ഓർക്കാണ്. വിദേശത്ത് കണ്ടുമുട്ടിയ ഒരു കുടുംബം, അവർ പറഞ്ഞത് അവരുടെ മക്കളിൽ ഒരാൾ എന്ന് സ്കൂളിൽ പോയാലും സ്കൂളിൽ നിന്ന് വിളി വരും. അതായത് അവൻ ചെയ്ത കുസൃതി, അവൻ അവിടെ ചെയ്ത ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അതേക്കുറിച്ച് അവർ വിളിച്ചു പറയും. ഒന്നുകിൽ സ്കൂളിലെ എന്തെങ്കിലും സാധനങ്ങൾ തല്ലി പൊട്ടിച്ചത്, അതല്ലെങ്കിൽ മറ്റ് വ്യക്തികളോട് അപമര്യാദയായിട്ട് പെരുമാറിയത്, ഇവനെ ഒരുപാട് ശിക്ഷിച്ചിട്ടുണ്ട്. വീട്ടിലുള്ള സമയത്ത് മിക്കവാറും ഒക്കെ ഇവന് ഈ ശിക്ഷണം ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നില്ല. ഈ മാതാപിതാക്കൾ ഒരു ധ്യാനത്തിന് പോയി. ആ ധ്യാനത്തിൽ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാനുള്ള തീരുമാനം എടുത്തു. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില ലംഘനങ്ങൾ, കൽപ്പനകളുടെ ലംഘനങ്ങൾ, അത് ഒഴിവാക്കാൻ തുടങ്ങി. കുറച്ചുനാൾ അങ്ങനെ അങ്ങ് പോയപ്പോൾ മകൻ ഒരു ദിവസം ഇവരോട് ചോദിക്കുകയാണ്, ക്യാൻ ഐ ഓൾസോ കം വിത്ത് യു ഫോർ പ്രയർ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എനിക്കൂടെ വരാൻ പറ്റുമോ? അവർ പറഞ്ഞു, അതിനെന്നെ കുഴപ്പം, നിനക്ക് വരാം. ഏതായാലും അവൻ പോയി. ഏതാനും പ്രാവശ്യം ഇവരോടൊപ്പം പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്നൊരു വിളി വന്നു. എന്താണ് നിങ്ങൾ ഇവന് വേണ്ടി ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് ഇവൻ്റെ ജീവിതം ഇതുപോലെ മാറിയത്? അവർ പറഞ്ഞു, ഞങ്ങൾ വേറെ കൗൺസിലിങ്ങോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും കൊണ്ടുപോയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയെടുത്ത് അവനെയും കൊണ്ടുപോയി. അവൻ പ്രാർത്ഥിക്കാൻ വന്നു. അതിനുശേഷം വന്ന മാറ്റമാണ്. മാതാപിതാക്കൾ കൽപ്പന പാലിക്കാൻ തുടങ്ങിയപ്പോൾ മക്കളുടെ ജീവിതത്തിൽ പോലും മാറ്റം വന്നത് കണ്ടോ? മാതാപിതാക്കൾ കൽപ്പനകൾ ലംഘിക്കുന്നവരാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കെടുതി അവരുടെ മക്കളുടെ ജീവിതത്തിൽ കണ്ടെന്നു വരും. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊരു 10 പ്രധാനപ്പെട്ട വചനങ്ങൾ, കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ചാൽ ജീവിത വിജയം സുനിശ്ചിതമാണ് എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്ന ഏതാനും വചനങ്ങൾ നമുക്കെടുക്കാം. ജോഷുവ 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ജോഷുവയ്ക്ക് ദൈവം കൊടുത്തൊരു നിർദ്ദേശമാണ്, മോശയെപ്പോലെ നീ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്കും ജീവിത വിജയം ഉറപ്പിക്കാം. നിന്റെ ജീവിതകാലത്ത്, ആയുഷ്കാലത്ത് ആരും നിന്നെ തോൽപ്പിക്കില്ല. ഇതാണ് ദൈവം പറഞ്ഞു കൊടുത്ത ഒരു കാര്യം. കൽപ്പനകൾ പാലിച്ചാൽ നമ്മുടെ ആയുഷ്കാലത്ത് ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. 2-ാമത്തെ വചനം പുറപ്പാട് 20-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നെങ്കിൽ നീയും നിന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. എത്ര തലമുറ വരെയാണ് ദൈവാനുഗ്രഹം നിന്നിലേക്ക് വരുന്നത് എന്ന് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. 1000 തലമുറ വരെ നീ അനുഗ്രഹിക്കപ്പെടും. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് നമുക്കും മറ്റുള്ളവർക്കും വലിയ ജീവിത വിജയം പകരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. 3-ാമത്തേത് നിയമാവർത്തന പുസ്തകം 4:40, 6:5 മുതൽ 9 വരെയുള്ള വചനഭാഗവും. ഇത് നമുക്ക് തരുന്നത് കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വിജയത്തെക്കുറിച്ചാണ്. അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക, ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുക, മക്കളെ ആ നിയമങ്ങൾ പഠിപ്പിക്കുക, അവയെപ്പറ്റി നിങ്ങൾ സംസാരിക്കുക, അടയാളമായിട്ട് ശരീരത്തിൽ ധരിക്കുക, വീട്ടിൽ അത് പ്രതിഷ്ഠിക്കുക. ഇതിനുള്ള കുറേ കാര്യങ്ങളാണ് ഈ വചനഭാഗത്ത് തന്നിരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. 4-ാമത്തെ വചനഭാഗം നിയമാവർത്തനം 28, അതിൻ്റെ 1ഉം 2ഉം വചനങ്ങളും 13-ാമത്തെ വചനവുമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം നമ്മൾ പാലിക്കുന്നെങ്കിൽ ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങൾ. എന്നിട്ട് ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ ജീവിതത്തിൽ വരും. 13-ാമത്തെ വചനം പറയാണ്, നീ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് അധോഗതി വരില്ല, പരാജയം നിൻ്റെ ജീവിതത്തിൽ വരത്തില്ല. അതാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും 5-ാമത്തെ വചനം നിയമാവർത്തനം 11:27. കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം, ലംഘിച്ചാൽ ശാപം. അനുസരിച്ചാൽ അനുഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നിയമാവർത്തനം 15:5 അടുത്ത വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ചാൽ അനുഗ്രഹ സമൃദ്ധി നിനക്കുണ്ടാകും. എങ്ങനെയെങ്കിലും പാലിക്കുമ്പോഴല്ല, അനുഗ്രഹ സമൃദ്ധി ഉണ്ടാകുന്നത് ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോഴാണ്. 7-ാമത്തെ വചനമാണ് സങ്കീർത്തനം 119, 72, അതുപോലെ 127-ാമത്തെ വചനവും. ദൈവത്തിൻ്റെ കൽപ്പനകൾ, ആ വചനത്തെ, അതിനെ സങ്കീർത്തകൻ കാണുന്നത് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വിലയുള്ളതായിട്ടാണ്. ഇനി അപ്രകാരം കണ്ട് കൽപ്പനകൾ പാലിക്കുന്നവരുടെ ജീവിതത്തിൽ ജീവിത വിജയം ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് സങ്കീർത്തനം 119 കാതലായ ഒരു സന്ദേശമാണ്. 8-ാമത്തെ വചനമാണ് പ്രഭാഷകൻ 35, 1ഉം 2ഉം വചനങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്നത്,
നിയമങ്ങൾ, കൽപ്പനകൾ പാലിക്കുന്നത് നിരവധി ബലി അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ പാലിക്കുന്നത് സമാധാന ബലിയായിട്ട് കാണപ്പെടും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. 9-ാമത്തെ വചനമാണ് യെശയ്യാ 48:18 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത് കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നവരിലേക്ക് സമാധാനം നദി പോലെ ഒഴുകും, അസമാധാനം അവർ രുചിക്കേണ്ടി വരില്ലെന്ന്. അവസാനത്തെ ഒരു വചനം 1 മക്കബായർ 2:53 വചനമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് കഷ്ടതയുടെ കാലത്തും പഴയ നിയമത്തിലെ ജോസഫ് കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ചു. അതുകൊണ്ട് ഈജിപ്തിൽ വലിയ സ്ഥാനത്തേക്ക് അവൻ ഉയർത്തപ്പെട്ടു. ദൈവകൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ചാൽ ജീവിത വിജയം 100% ആണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഷ്ഠാ ജപത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിയമലംഘനം നടത്തുന്നത് സന്തോഷപ്രദമായി കാണുന്ന ചില വ്യക്തികളുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യന്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവൃത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹ പ്രവൃത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനും നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നേ ദിനം അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഈശോയെ, അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതം വിജയം കാണുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.